ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതണം അല്ലേ. സോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അതിന് മുന്നേ വന്നിട്ടില്ല, അഗ്രികൾച്ചർ ഏരിയയിൽ നമ്മൾ ഏകദേശം തീർത്തല്ലോ. അപ്പോൾ അഗ്രികൾച്ചറിന് മുന്നേ വന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി ജസ്റ്റ് നോക്കാം. വാട്ട് ആർ ദ റിഫോർമേറ്റീവ് സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു മേക്ക് ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഏതൊക്കെയാണ് റിഫോർമേറ്റീവ് സ്റ്റെപ്സ് ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന റിഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്? അപ്പോൾ അത് ഏതൊക്കെയാണ്, അത് എങ്ങനെ എഫക്റ്റീവായി? ഓക്കെ. സോ ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ PDS അതൊക്കെയാണ് ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന റിഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. 2019 ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ 2019 ജൂണിൽ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനെ ബേസ് ചെയ്ത് വന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ PDS സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ആക്കാൻ പോകുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു, IMPDS. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർത്ഥ മുഖോപാധ്യായ കമ്മിറ്റിയുടെ അണ്ടറിൽ വന്ന ഒരു സംഭവമാണ് ഈ സംഭവം പറഞ്ഞത്. അപ്പം ഇന്ത്യയിലുള്ള ആർക്കും എവിടെ നിന്നും റേഷൻ വാങ്ങാം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പം അത് ഒരു സംഭവമാണ്. ഇതേപോലത്തെ ഒരുപാട് ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരുപാട് സ്കീംസ് വേണം ഇതിൽ എഴുതാൻ. അപ്പോൾ ഈ 2019 ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ട് ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ സ്കീംസും അതുപോലെ ഡിസ്ട്രിബ്യൂഷന് വന്ന വ്യത്യാസങ്ങളും അതിൻ്റെ എഫക്ട്സും എല്ലാം നിങ്ങൾ എഴുതാം. ഓക്കെ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പ്രശ്നം വന്നില്ല. വാട്ട് ആർ എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ഡു ഇറ്റ്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ MSP? ഹൗ വിൽ MSP റെസ്ക്യൂ ദി ഫാമേഴ്സ് ഫ്രം ദി ലോ ഇൻകം ട്രാപ്പ്? സോ MSPനെ പറ്റിയിട്ടാണ് 2018 ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ MSP ഈസ് എ ഹോട്ട് ടോപ്പിക്. ഇതിന് മുന്നേയും സബ്സിഡീനെ പറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ MSP എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫോം ഓഫ് സബ്സിഡിയാണ് അല്ലേ. അപ്പോൾ MSP എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫിലിംസ് പഠിച്ച ആർക്കും എഴുതാൻ പറ്റുന്ന സംഭവമാണ്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ഹൗ വിൽ MSP റെസ്ക്യൂ ദ ഫാമേഴ്സ് ഫ്രം ദി ലോ ഇൻകം ട്രാപ്പ്? ലോ ഇൻകം ട്രാപ്പിൽ നിന്നും എങ്ങനെ റെസ്ക്യൂ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 പാർട്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ 2 പാർട്ടിൻ്റെ മാർക്കും കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിന് ചിലപ്പോൾ അത് 3, 4, 5 മാർക്കിനായിരിക്കും. ബാക്കി പാർട്ടിനായിരിക്കും ചിലപ്പോൾ ബാക്കി 10 മാർക്ക്. അപ്പോൾ നിങ്ങൾ 2 പാർട്ടും അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 2 പാർട്ടിൻ്റെയും മാർക്ക് കിട്ടത്തില്ല. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ 2-3 തവണ വായിച്ചു നോക്കുക, മനസ്സിൽ ഫ്രെയിം ചെയ്യുക ആൻസർ, എന്നിട്ടേ ആൻസർ എഴുതാവൂ. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ MSP എന്താണെന്നും MSP എങ്ങനെ ഫാമേഴ്സിനെ ലോ ഇൻകം ട്രാപ്പിൽ നിന്നും രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഇൻകം ട്രാപ്പ് എന്താണെന്ന് ജസ്റ്റ് ഒരു പടം വരച്ച് കാണിക്കാം. അപ്പോൾ MSP എങ്ങനെ അതിനെ എഫക്റ്റ് ആവുമെന്ന് വേണമെങ്കിൽ പടം വരച്ച് കാണിക്കാം. അപ്പോൾ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കണ്ടുകൊള്ളാം. ഹൗ ഡു സബ്സിഡീസ് എഫക്ട് ദി ക്രോപ്പിംഗ് പാറ്റേൺസ്, crop diversity and economy of farmers? So cropping pattern, cropping diversity and economy of farmersനെ എങ്ങനെ സബ്സിഡി എഫക്റ്റ് ചെയ്യും? നിങ്ങൾ നോക്കാം, 2017 ചോദിച്ച ക്വസ്റ്റ്യൻ സബ്സിഡിയുടെ മൊത്തത്തിലാണ് ചോദിച്ചത്. പക്ഷെ 2018 ആയപ്പോൾ സ്പെസിഫിക് ആയിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ചോദിച്ചു അല്ലേ. അപ്പം അതേപോലെ 2019 ചോദിച്ചിരിക്കുന്നത് ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. അപ്പം 2020 ആകുമ്പോഴത്തേക്കും അവർ സ്പെസിഫിക് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ഫുഡ് ഗ്രെയിൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതെങ്ങനെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതെങ്ങനെ മൈഗ്രൻ്റ് ഇഷ്യൂസിനെ ചെയ്യാമെന്നും പറഞ്ഞ് ചോദിക്കുക. അത് UPSCക്കാണ്. KSന് നിങ്ങൾ ജസ്റ്റ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കൊണ്ട് പോയാൽ മതി, നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. KSന് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, അതിന് ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് ആൻസേഴ്സ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ക്രോപ്പിംഗ് പാറ്റേണും ക്രോപ്പ് ഡൈവേഴ്സിറ്റിയും ഫാമേഴ്സിൻ്റെ എക്കണോമിയും എങ്ങനെ സബ്സിഡി എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ എല്ലാ സബ്സിഡീസിനെ പറ്റി നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ക്രോപ്പിംഗ് പാറ്റേണിൽ എങ്ങനെ വ്യത്യാസം വരും, ക്രോപ്പിംഗ് ഡൈവേഴ്സിറ്റിന് എങ്ങനെ വ്യത്യാസം വരും, എക്കണോമി ഓഫ് ഫാമേഴ്സ് എങ്ങനെ വരും. അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഒരു ടേബിൾ വരയ്ക്കും. ഈ ടേബിളിൻ്റെ ഈ സൈഡിൽ സബ്സിഡീസ് എന്ന് എഴുതും. അപ്പോൾ ഇവിടെ MSP, FRP അതൊക്കെ എഴുതാം. എന്നിട്ട് ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കും, ക്രോപ്പിംഗ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കും, എക്കണോമി എന്ന് പറയുന്ന കോളം വരയ്ക്കും. ഞാൻ ആ ഫസ്റ്റ് പാർട്ട് ഫുൾ അഡ്രസ്സ് ചെയ്തു അല്ലേ. അപ്പോൾ ആ ഫസ്റ്റ് സെൻറ്റൻസ് അല്ലേ എന്തായിരുന്നു, ഈ ഫസ്റ്റ് പാർട്ട് ഫുൾ ഞാൻ ആൻസർ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോപ്പ് ഇൻഷുറൻസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ഫോർ സ്മാൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്? ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വരയ്ക്കാം, ബോക്സ് വരയ്ക്കാം. എന്നിട്ട് ക്രോപ്പ് ഇൻഷുറൻസിന് ഒരു ടേബിൾ ഇടാം, മിനിമം സപ്പോർട്ട് പ്രൈസിന് ഒരു ടേബിൾ ഇടാം, ഫുഡ് പ്രോസസ്സിങ്ങിന് ഒരു ടേബിൾ ഇടാം. ഓക്കെ, ഇതേപോലെ ടേബിൾ ഇടാം.
എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലും ഉത്തരം എഴുതാം. ഇങ്ങനെ നിങ്ങൾക്ക് ടേബിൾ വരച്ച് എഴുതാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാം, നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ആഡ് ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടേബിൾ വരച്ച് പറയാം. അപ്പോൾ ഒരു പോയിന്റ് പോലും നിങ്ങൾ വിടാതെ നിങ്ങൾ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടേബിൾ വരച്ച് വരാൻ പറ്റുന്നത് നിങ്ങൾ ടേബിൾ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ ഓക്കെ, നിങ്ങൾ ടേബിളൊക്കെ വരച്ച് ടേബിൾ മാത്രം പഠിച്ചെങ്കിൽ അവസാനം നിങ്ങൾ കൺക്ലൂഷനും ആദ്യം ഒരു ഇൻട്രൊഡക്ഷനും കൊടുത്തതിന് ശേഷമായി ഈ ടേബിളൊക്കെ വരയ്ക്കുക. വെറുതെ ടേബിൾ വരച്ച് വെക്കരുത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ വരുന്നത് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 3 സബ്സിഡി IPDS അതിനെ ബേസ് ചെയ്താണ്. ഇനി വരുന്ന 2-3 ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ വില്ലേജസ് ഇറ്റ്സെൽഫ് നോ ഫോം ഓഫ് ട്രേഡ് ഓർഗനൈസേഷൻ വിൽ ബി സ്യൂട്ടബിൾ എക്സെപ്റ്റ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു ഡിക്ലറേഷൻ സെന്റൻസ് പോലെയാണ് ഓക്കെ പറഞ്ഞിരിക്കുന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിനെ ഡിസ്കസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്കസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്കസിന്റെ വേർഡിന് അർത്ഥം നിങ്ങൾ ഇതിന്റെ പ്രോയും കോണും ഒക്കെ നിങ്ങൾ പറയണം. ഓക്കെ, അതുപോലെ പ്രോയും കോയിനും പറയണം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്തണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻ ദ വില്ലേജ് നോ ഫോം ഓഫ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ വിൽ ബി സൂട്ടബിൾ എക്സെപ്റ്റ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തും പറയാം, അല്ലാതെയും പറയാം. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാന്നും പറയാം, അത് രണ്ടും പറയണം. രണ്ടിൻ്റെ ഇത് എഴുതിയേക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു തരും. അപ്പോൾ ഡിസ്കസ് സ്റ്റേറ്റ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അഗ്രികൾച്ചർ ഫിനാൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ ഫിനാൻസ് ഇൻ ഇന്ത്യ ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നബാർഡിന്റെ പ്ലേ, അതേപോലെ ഷെഡ്യൂൾ ബാങ്കിന്റെ പ്ലേ, അതേപോലെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ പ്ലേ, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്ലേ, അതുപോലെ മണി ലെൻഡേഴ്സിന്റെ പ്ലേ. അപ്പോൾ ഇവരെ എല്ലാവരുടെ കാര്യങ്ങളും അതിൽ കോൺസ്ട്രെയിനും ചാലഞ്ചസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് എഴുതുക. 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 2014-നും 2017-നും ഇടയ്ക്ക് അഗ്രികൾച്ചറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. 2013 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, ഫുഡ് സെക്യൂരിറ്റി ബിൽ ഈസ് എക്സ്പെക്റ്റഡ് ടു എലിമിനേറ്റ് ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, 2013 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഫുഡ് സെക്യൂരിറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫുഡ് സെക്യൂരിറ്റി തന്നെ നമുക്ക് ഇതിലും കൊണ്ടുവരാം, ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷനിലും കൊണ്ടുവരാം. ഓക്കെ, അടുത്തത് critically discuss various apprehensions in effective implementation along with the concerns it has generated in WTO. അപ്പോൾ ഈ ഫുഡ് സെക്യൂരിറ്റി ബില്ല് WTOയിൽ കുറേ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബ്ലൂ ബോക്സ്, ആംബർ ബോക്സ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് WTOനെ എഫക്റ്റ് ചെയ്യുന്നത് കൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. 2013 ബേണിംഗ് ഇഷ്യൂ ആയിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ സബ്സിഡീസ്? കണ്ടോ, വീണ്ടും സബ്സിഡി വന്നു കണ്ടോ ക്വസ്റ്റ്യനിൽ. What are the different types of agricultural subsidies given to farmers at the national and state level? Critically analyze the subsidy reference time with reference to distortions created by it. കണ്ടോ, അപ്പം ഈ സബ്സിഡി എന്ന് പറയുന്നത് ഈസ് എ വെരി വെരി ഹോട്ട് ടോപ്പിക് ഇൻ UPSC. ഓക്കെ, ഞാൻ ഈ ഒരു ഇത്ര ക്വസ്റ്റ്യൻ ആണ് 2013 തൊട്ട് 2019 ചോദിച്ചിരിക്കുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻ ആണ്? അതിൽ 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി 4 ക്വസ്റ്റ്യനും സബ്സിഡി എന്നാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് സബ്സിഡി നിങ്ങൾ ഉറപ്പായിട്ടും നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ക്രിട്ടിക്കലി അനലൈസ് ദി ഓപ്ഷൻസ് അവൈലബിൾ ഫോർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ഇൻ ദ ഫേസ് ഓഫ് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട്. നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ നവംബർ, ഡിസംബർ, സെപ്റ്റംബർ, ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ ഉള്ളി വില, അതുപോലെ പൊട്ടറ്റോയുടെ വിലയൊക്കെ കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് വില കൂടുന്നതും കുറയുന്നതും എന്നുള്ളത് അല്ലേ. ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം നമുക്ക് കറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് അനലൈസ് ചെയ്യാം. എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ എക്സാം ഹാളിൽ ഇരുന്ന് ചിന്തിക്കാൻ സാധിക്കണം. അതായത് എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വന്നു. ക്വസ്റ്റ്യൻ വരേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഫാമേഴ്സ് പ്രൊഡക്ഷൻ ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ അവരുടെ പ്രൈസ് ഫോളോ ചെയ്യും, ആ പ്രൊഡ്യൂസിൻ്റെ പ്രൈസ് ഫോളോ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഫാമേഴ്സിന് പ്രൊഡക്ഷൻ കൂടിയിട്ട് പോലും അവർക്ക് എന്ത് കിട്ടില്ല? ലാഭം കിട്ടത്തില്ല. അപ്പം അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദി മെയിൻ ഇഷ്യൂ. അത് നമ്മൾ എപ്പോഴും കാണുന്ന ഇഷ്യൂ ആണ്. നമ്മുടെ ഉള്ളിയുടെ വില ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉള്ളി കൃഷി ചെയ്യുന്ന ഫാമേഴ്സിനൊക്കെ ഭയങ്കര ലാഭമാണെന്ന് വിചാരിക്കും അല്ലേ. പക്ഷെ അല്ല, അവരുടെ സ്ഥിതി വളരെ മോശമാണ്. നമ്മളിപ്പോൾ തേനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിലോ 10 രൂപയ്ക്കൊക്കെ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ തേനിയിലൊക്കെ പോകണമെങ്കിൽ കിട്ടും. അവിടെ അഗ്രികൾച്ചർ ഏരിയ ആണ്, അവിടെ നമുക്ക് ഡയറക്റ്റ് വാങ്ങുകയാണെങ്കിൽ നല്ല വിലക്കുറവാണ് കേട്ടോ. ഫാമേഴ്സിൻ്റെ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഡയറക്റ്റ്ലി വാങ്ങുകയാണെങ്കിൽ നല്ല വിലക്കുറവാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഡിറക്റ്റീവ് വേർഡ് എന്താണ്? ക്രിട്ടിക്കലി അനലൈസ്. സോ ക്രിട്ടിക്കലി അനലൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു തവണ തെറ്റിച്ചു, നിങ്ങളിത് പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പോൾ ക്രിട്ടിക്കലി അനലൈസ് എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ട് കാര്യം, ഇവിടെ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്ത് ഉത്തരം എഴുതുക.
ഓക്കെ, അതിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് ഉത്തരം, അതായത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഉത്തരം എഴുതാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സമ്മറിയും നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഇതെല്ലാത്തിൽ നിന്നൊരു നമുക്കായിട്ടൊരു കൺക്ലൂഷൻ നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് ക്രിട്ടിക്കൽ അനലൈസ്. നമ്മൾ ഉത്തരം സ്ട്രക്ചർ ചെയ്യുക, അതിനുശേഷം സമ്മറി ഉണ്ടാക്കുക, ആ സമ്മറിയിൽ നിന്ന് കൺക്ലൂഷന് എഴുതുക. ഇതാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദി ഓപ്ഷൻസ് അവൈലബിൾ ഫോർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഫേസ് ഓഫ് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് ആവുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ആണ് ഉള്ളത് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസിന്? ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? ഏതൊക്കെയാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പ്രൈസ് കൂടുകയാണെങ്കിൽ ഫാമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളാണുള്ളത്? എന്തൊക്കെയാണ്? ജസ്റ്റ് നമുക്കൊന്ന് സ്ട്രക്ചർ ചെയ്യാം, എന്നിട്ട് പിന്നെ എഴുതാം. എന്തൊക്കെയാണ് ഉള്ളത്? അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ത് എഴുതും? ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാനാണെങ്കിൽ എന്ത് എഴുതും? ഫാം ഡിസ്ട്രസിനെ പറ്റി എഴുതും. അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എന്താ പറയുക, ലൈക്ക് ഫാം ഡിസ്ട്രസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഹാസ് ബീൻ പാർട്ട്ലി ഓൺ അക്കൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ്. സോ ഫാം ഡിസ്ട്രസ് എന്തുകൊണ്ടൊക്കെയാണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എഴുതാം മാർക്കറ്റ് ഡിമാൻഡിനേക്കാളും, അതായത് മാർക്കറ്റ് ഡിമാൻഡിനേക്കാളും ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ, മാർക്കറ്റ് ഡിമാൻഡിനേക്കാളും ഔട്ട്പുട്ട് കൂടുകയാണെങ്കിലാണ് എന്ത് പറ്റുന്നത്? ഫാം ഡിസ്ട്രസ് ഉണ്ടാകുന്നത്. കാരണം എന്ത് പറ്റും? അവിടെ പ്രൈസ് ലോ ആവും. ഓക്കെ, അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ പ്രോഫിറ്റ് കിട്ടാതെ വരുന്ന അവസ്ഥയ്ക്ക് അവർക്ക് കടങ്ങളൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇഷ്യൂസ് ആവുന്നു, അങ്ങനെ ഫാം ഡിസ്ട്രസ്. അപ്പോൾ ജസ്റ്റ് ഫാം ഡിസ്ട്രസിനെ പറ്റി ഇൻട്രൊഡക്ഷൻ പറയുന്നു. ഞാൻ എന്ത് എഴുതും? ദി ഫാം ഡിസ്ട്രസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഹാവ് ബീൻ പാർട്ട്ലി ഓൺ അക്കൗണ്ട് ഓഫ് ദി output increase beyond the market demand, which in a way cut the price remuneration of the farmers. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. 2 സെൻറ്റൻസ് മതി. UPSC ആണെങ്കിൽ 2 സെൻറ്റൻസ് മതി കേട്ടോ, 1-2 സെൻറ്റൻസ് മതി, അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്തൊക്കെ. അപ്പോൾ നമ്മൾ ബോഡിയിലേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. ബോഡിക്ക് വേറെ കളർ എടുക്കാം, യെല്ലോ എടുക്കാം. ഓക്കെ, സോ ബോഡിയിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ്? വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ഫോർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതാൻ പോകുന്നത് MSP പറ്റിയിട്ടാണ്. MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. അപ്പോൾ നമ്മൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസിന് എന്തൊക്കെ എഴുതും? നമ്മൾ ഇത് ഇങ്ങനെ എഴുതണ്ട, നിങ്ങൾ പാരഗ്രാഫായിട്ട് എഴുതല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. ഞാൻ ഈ ടേബിൾ വരയ്ക്കുന്നത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, MSP ഹൈക്ക് ഉണ്ടാകുമ്പോൾ given the current adverse conditions, the prices and operation conditions of the farm sector, it's a key component of the Prime Minister's goal by doubling farmers income by 2020. So farmers income 2020 ഡബിൾ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ വൺ ഓഫ് ദി കീ പില്ലർ എന്ന് പറയുന്നത് MSP ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇവിടെ? ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ഫുഡ് ക്രോപ്പിനെ നമ്മൾ ഇൻസെൻറ്റിവൈസ് ചെയ്യുകയാണ്. ഓക്കെ, എന്ത് ചെയ്യുകയാണ്? ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണ്. സ്പെസിഫിക് ഫുഡ് ക്രോപ്പിന് നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വി പ്രൊട്ടക്ട് ദി ഫാമേഴ്സ് ഫ്രം ദി ഷാർപ്പ് ഫാൾ ഓഫ് മാർക്കറ്റ് പ്രൈസ്. അപ്പം നമ്മളിപ്പം ഫാർമേഴ്സ് എല്ലാം കൃഷി ചെയ്തുകൊണ്ട് വരുമ്പോഴായിരിക്കും അതിന് വലിയ വില കുറവ്. അപ്പം ഷാർപ്പ് ഫാള് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫ്രം ദി ഷാർപ്പ് ഫാൾ ഇൻ മാർക്കറ്റ് പ്രൈസിൻ്റെ ഷാർപ്പ് ഫാളിൽ നിന്നും ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ നീഡ് അനുസരിച്ചിട്ട് കൺസ്യൂമർ സെൻട്രിക് ആണ്. അതായത് കൺസ്യൂമറിന് എന്ത് ഫുഡ് ക്രോപ്പാണ് ആവശ്യം, ആ ഫുഡ് ക്രോപ്പിനായിരിക്കും എന്ത് ചെയ്യുന്നത്? കുറേ കൂടി ബേസ് കൊടുക്കുന്നത്. അല്ല, നമുക്കറിയാം MSP 22 ക്രോപ്സിനാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എത്ര ശതമാനമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിലുള്ള സംഭവം നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ആക്കാം. അതാണ് ഇവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൺസ്യൂമർ സെൻട്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പൾസസിൻ്റെ കാര്യം അല്ലേ? ആൾക്കാർ കൂടുതൽ ലിറ്ററേറ്റ് ആവുന്നതനുസരിച്ചിട്ട് പൾസസിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകും, പൾസസിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടാവുകയും അതനുസരിച്ച് പൾസസിന് എന്ത് കൊടുത്തു? ഒരുപാട് MSP കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ MSP ഹൈക്ക് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇവിടെ പറയാം. പിന്നെ എന്താ പറയാം? ഹയർ ഫാം പ്രോഫിറ്റ്സ് വിൽ എൻകറേജ് ഫാമേഴ്സ്. അപ്പം നമ്മൾ MSP കൊടുക്കുന്നതനുസരിച്ച് MSP കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫാം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ? ഫാം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അവർ കുറേ കൂടി ടെക്നോളജി, സീഡ്, ഫെർട്ടിലൈസേഴ്സ്
ഈ ഇൻപുട്സിലൊക്കെ കുറെ കൂടി അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് വീണ്ടും ഇൻക്രീസ് ആകും. അപ്പോൾ ഒരു സൈക്ലിക് അപ്രോച്ചാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്, ഇനി ഇന്ന ഇഷ്യൂസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇഷ്യൂസ് നമുക്ക് റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. സോ ഇഷ്യൂസ് നോക്കാം. ഓക്കെ, സോ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ എന്താണ് ഫസ്റ്റ് ഇഷ്യൂ മാർക്കറ്റ് ഡിസ്റ്റോർഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, മാർക്കറ്റ് ഡിസ്റ്റോർഷൻ അത് വൺ ഓഫ് ദി മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. MSP ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. അതായത് ഇപ്പം നമുക്കറിയാം പ്രൈസും ഡിമാൻഡും, ഓക്കെ, പ്രൈസും ഡിമാൻഡും തമ്മിലുമാണ് കണക്ഷൻ. ഓക്കെ, അവിടെ കയറിയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, കളിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കയറി ഗവൺമെന്റ് കളിക്കുമ്പം ഇവിടെ എന്ത് സംഭവിക്കും, ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും, മാർക്കറ്റ് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഇത് ഇൻഫ്ലേഷൻ സെൻട്രിക് ആണ്. അപ്പോൾ ഇൻഫ്ലേഷണറി ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. പ്രൈസ് വീണ്ടും കൂടി പോകുന്നതല്ലാതെ കുറയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഉള്ളി വില കൂടുന്നതല്ലാതെ ഉള്ളി വില ഇതിലില്ല എന്നാലും ഞാൻ പറയുന്നത്. Okay, inflationary. MSP is inflationary. Support price does not come with commitment to buy whatever farmers offer. Actual procurement will be limited by the fiscal room available, especially at a time when a significantly higher fiscal deficit could lead to further pressure on the rupee. അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള റുപ്പിയിലുള്ള പ്രഷർ വീണ്ടും കൂടാണ് ചെയ്യുന്നത്. ഇനി RBI has highlighted that the announcement of higher MSPs as being one of the major risk factors this year for inflation. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ വൺ ഓഫ് ദി മേജർ റീസണും ഇത് തന്നെയാണ്, MSP തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ അത് RBI തന്നെ പറഞ്ഞതാണ് കേട്ടോ. RBI പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞതല്ല, RBI പറയുന്നതാണ്. ഓക്കെ, ഫാമേഴ്സ് ഹാവ് ഗോട്ട് നെഗറ്റീവ് റിട്ടേൺസ്. ചില ക്രോപ്പിന് നെഗറ്റീവ് റിട്ടേൺസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നെഗറ്റീവ് റിട്ടേൺ കിട്ടുന്നതും വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, നെഗറ്റീവ് റിട്ടേൺ ഓഫ് ക്രോപ്സ്. അപ്പോൾ അങ്ങനെ എന്ത് കിട്ടുന്നുണ്ട്, എന്തിനാണ് പിന്നെ ഈ MSP കൊണ്ടുവന്നത്? ഈ നെഗറ്റീവ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് MSP കൊണ്ടുവന്നത്. പിന്നെ നെഗറ്റീവ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് MSP എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇൻപുട്ട് കോസ്റ്റ്. ഓക്കെ, നമ്മുടെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമാണ്. ഓക്കെ, പക്ഷേ MSP എന്ന് പറയുന്നത് ആവറേജ് വെയിറ്റിലാണ് വെച്ചേക്കുന്നത്. ഇത് ആവറേജ്ഡ് ഇതിലാണ് MSP ഓൾ ഇന്ത്യ ലെവലിലാണ് വെച്ചേക്കുന്നത്. സ്റ്റേറ്റ് ബൈറ്റ് അല്ല, അത് ഓൾ ഇന്ത്യ ലെവലിലാണ് വെച്ചേക്കുന്നത്. അപ്പം MSP ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് കോസ്റ്റുമായിട്ട് ടോളറേറ്റ് ചെയ്യുന്നു പോകുന്നില്ല എന്നുള്ളതാണ് MSPയുടെ അടുത്ത ഒരു നോട്ട് ബെനിഫിറ്റ്. ചില സ്റ്റേറ്റ്സ് മാത്രമേ ഇതിൽ നല്ലവണ്ണം ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. പ്രൊക്യൂർമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ നല്ലോണമുള്ളൂ. അപ്പോൾ ഈ MSP എന്തിനാണ്? ആക്ച്വലി MSP എന്താണെന്നൊന്ന് പറഞ്ഞുതരാവേ, നിങ്ങൾ അറിഞ്ഞിടത്തോർക്ക്. MSP എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, കൃഷിക്കാരെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓൾറെഡി ഫിക്സ് ചെയ്ത പ്രൈസിൽ നിന്നും ഇവരെ നിന്ന് സാധനം വാങ്ങും. ഓക്കെ, ഇപ്പോൾ വീറ്റ് ആണെങ്കിലും ഗ്രെയിൻ ആണെങ്കിലും. പക്ഷേ ഈ സാധനം വാങ്ങിയിട്ട് ഫുൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതിനാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവരാണ് ഇത് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ കാണുന്നത്, വെള്ളം കയറി നശിച്ചു പോയി, ഇത്ര ടണ്ണ് അരി വെള്ളം കയറി നശിച്ചു പോയി എന്നൊക്കെ കേൾക്കില്ലേ. അപ്പോൾ ആക്ച്വലി ഇത് സൂക്ഷിച്ചിരിക്കുന്നത്, അത് റേഷൻ കൊടുക്കേണ്ട സാധനമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളിങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നത് MSPയിലാണ്. അപ്പം ഇങ്ങനെ പ്രൊക്യൂർമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പ്രൊക്യൂർമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പല സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ്. കേരളത്തിനൊക്കെ പ്രൊക്യൂർമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഇവിടുത്തെ നമുക്ക് സിലോസ് എന്നാണ് പറയുന്നത്. സിലോസ് ഉണ്ട്, സാക്കിൽ വെക്കും. അപ്പോൾ നമുക്ക് സ്റ്റീൽ സിലോസ് ആണ് ഏറ്റവും നല്ലത്. നമുക്ക് അങ്ങനത്തെ സിലോസ് ഒന്നും ഇല്ല. നല്ല വലിയൊരു ഗോഡൗൺ ഉണ്ടാക്കി അത് നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം ഇതിനകത്ത് ക്രോപ്സ് വെക്കാൻ. കാരണം അത് ആഹാര സാധനമാണ്. ഓക്കെ, നമുക്ക് മാത്രം ബോധം പോയാൽ പോരാ, ആ ഒഫീഷ്യൽസിനും കൂടെ ആ ബോധം വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പ്രൊക്യൂർമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്റ്റേറ്റ്സ് ആണ് ഇതിൽ മിക്ക സ്റ്റേറ്റ്സും. നല്ല പ്രൊക്യൂർമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഗ്രീൻ റെവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പഞ്ചാബ്, ഹരിയാന. ഓക്കെ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രൊക്യൂർമെന്റ് ഉള്ളത്. മധ്യപ്രദേശ്. ഓക്കെ, പിന്നെ MSP എന്ന് പറയുന്നത് ലാർജ് ഫാമേഴ്സിനെയാണ് കുറെ കൂടി ബെനിഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ലാർജ് ഫാമേഴ്സിനാണ് കുറെ കൂടി ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല ക്രോപ്പും ലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ 22 ക്രോപ്പിനെങ്ങാണ്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഏരിയയും ലിമിറ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, ശരിക്കും കുറച്ച് ഫാമേഴ്സിന് മാത്രമേ MSP ആക്സസിബിൾ ഉള്ളൂ. കറക്റ്റ് ഫാമേഴ്സിൻ്റെ ഇപ്പോഴും എത്തുന്നില്ല. മാത്രമല്ല MSP നമ്മുടെ ഒരുപാട് ക്രോപ്സിന് ഇത്തവണ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രോപ്സും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഓവർ ഇൻസെൻറ്റിവൈസ് ചെയ്യാണ്. പ്രൊഡക്ഷൻ ഓവർ ഇൻസെൻറ്റിവൈസ് ചെയ്യുമ്പോൾ സപ്ലൈ ഗ്ലട്ട് ഉണ്ടാവുന്നു. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു,
പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് വിളിച്ചോളൂ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സപ്ലൈ കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടണം, അതാണ് നിയമം. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്, സപ്ലൈ ഡിമാൻഡ് കൂടുന്നുണ്ട്, സപ്ലൈ കൂടുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഡിമാൻഡ് അത്രയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സപ്ലൈ ഗ്ലട്ട് ഉണ്ട്. ഓക്കെ, സപ്ലൈയിൽ ഒരു ബാലൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഫീലിംഗും ഇവിടെ വരുന്നുണ്ട്. സപ്ലൈ ഗ്ലട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഡിഫറൻസ്. ഓക്കെ, സപ്ലൈയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസിന്റെ ഇഷ്യൂസും വരുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസ് ഡെഫിഷ്യൻസി. അപ്പം MSPയുടെ കാര്യം പറഞ്ഞു, ഒന്നാമത്തെ കാര്യം പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. ഓപ്ഷൻസ് അവൈലബിൾ ഫോർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ അല്ലേ. അപ്പോൾ പ്രൈസ് സ്റ്റെബിലൈസേഷൻ MSP മാത്രമല്ല, ഇനിയും ഉണ്ട് ഒരുപാട് ആൾക്കാർ. പ്രൈസ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, കേട്ടോളൂ. പ്രൈസ് ഡെഫിഷ്യൻസി. ഓക്കെ, സോ പ്രൈസ് ഡെഫിഷ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ PDPS, പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, സോ പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഫാമേഴ്സിന് ഫ്രീ ആയിട്ട് സെൽ ചെയ്യാം. ഓക്കെ, അറ്റ് മാർക്കറ്റ്. ഓക്കെ, എന്നിട്ട് ഇപ്പം മാർക്കറ്റ് പ്രൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഗവൺമെൻറ് വന്നിട്ട് ഇവർക്ക് കിട്ടേണ്ട ആ ഡിഫറൻസ് ഓഫ് എമൗണ്ട് ഇല്ലേ, അത് ഗവൺമെൻറ് തന്നെ ഫാമേഴ്സിന് പേ ചെയ്യും. മനസ്സിലായോ? അതാണ് പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെന്റ് സിസ്റ്റം. ഇതിനൊരു പബ്ലിക് പ്രൊക്യൂർമെന്റ് ഇല്ല, ദർ ഇസ് നോ പബ്ലിക് പ്രൊക്യൂർമെന്റ്. ഓക്കെ, അതാണ് ഈ പ്രൈസ് എന്താ പറയുക ഡെഫിഷ്യൻസി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പബ്ലിക് പ്രൊക്യൂർമെന്റ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സിലോന്റെ പ്രശ്നമായാലും സ്റ്റോറേജിന്റെ പ്രശ്നമായാലും ഡിസ്ട്രിബ്യൂഷന്റെ പ്രശ്നമായാലും എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത് മാത്രമല്ല നമ്മുടെ ഇവിടെ ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. സോ ആ രീതിയിൽ ഇറ്റ്സ് വെരി ഗുഡ്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റിന് കൂടുതലായിട്ടുള്ളൊന്നും ചെയ്യണില്ല, പ്രൊക്യൂർ ചെയ്യേണ്ട, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് പൈസ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ഫുഡ് സബ്സിഡി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. MSPനേക്കാളും വളരെ ബെനിഫിറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കാരണം ക്രോപ്പിംഗ് പാറ്റേൺസ് എന്ന് വെച്ചാൽ ക്രോപ്പിംഗ് പാറ്റേൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ നീഡ് അനുസരിച്ചാണ് വേണ്ടത്, അല്ലാതെ ചില ക്രോപ്പ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മണ്ണിൻ്റെ വളക്കൂറും എല്ലാം നഷ്ടപ്പെടും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഈസ് എന്താ പറയുക ഡൈവേഴ്സ് കൺട്രിയാണ്, ജോഗ്രഫിക്കലി ഡൈവേഴ്സ് കൺട്രിയാണ്. അപ്പം നമുക്ക് പല ക്രോപ്സും ചെയ്യാൻ പറ്റും. നമ്മളൊരു സബ് കോണ്ടിനെന്റ് എന്നാണ് നമ്മൾ ഇന്ത്യ അറിയപ്പെടുന്നത്, കാരണം അത്രയ്ക്ക് രീതിയിൽ വെറൈറ്റി ഓഫ് ക്രോപ്സ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. വെറൈറ്റി ഓഫ് സോയിലും അതേപോലത്തെ ഫോറസ്റ്റ് ആ ഒരു വെജിറ്റേഷനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ക്രോപ്പിംഗ് പാറ്റേണിന് ഏറ്റവും പറ്റിയ സ്യൂട്ടബിൾ ആയ ഒരു സംഭവമാണ് PDPS, പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ക്രോപ്പിംഗ് പാറ്റേൺ അനുസരിച്ച് അതിൻ്റെ വ്യത്യാസം മാറുന്നു. സോ അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യും. മനസ്സിലായില്ലേ? അതായത് വീറ്റും റൈസും മാത്രമല്ല പല ക്രോപ്പും കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു ധൈര്യം കൊടുക്കുന്ന ഒരു സ്കീമാണിത്. ഓക്കെ, മാത്രമല്ല എന്താ പറയുക, ഇന്ത്യയുടെ പ്രൊക്യൂർമെന്റ് സബ്സിഡീസിന് വളരെ ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബ്ലൂ ബോക്സ്, ആംബർ ബോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ബ്ലൂ ബോക്സ് എന്ന് വെച്ച് നോക്കിയാൽ മതി. സോ W2 ബ്ലൂ ബോക്സ്, ആംബർ ബോക്സ് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു ബോക്സുകളുണ്ട്. സോ ഇതെന്നാണ് സ്കീം ഇതുപോലെയാണ് കേട്ടോ, ഒരു എന്താ പറയുക ഒരു പോളിസി പോലെയാണ്. അപ്പം ഈ പോളിസി പ്രകാരം നമ്മളിപ്പം ഇത് നമ്മുടെ ഇന്ത്യ, ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യ എന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യ, ഇത് ചൈന. ഓക്കെ, ചൈന മുകളിലാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഏതാ, വി ക്യാൻ ബി ഗൾഫ് കൺട്രി ഏതെങ്കിലും വയ്ക്കാം, അല്ലെങ്കിൽ അമേരിക്ക എന്ന് വെച്ചാൽ അമേരിക്ക എന്ന് വയ്ക്കുക. ഓക്കെ, അമേരിക്ക എന്ന് വയ്ക്കാം. എന്നിട്ട് അമേരിക്ക ഇന്ത്യയിലേക്ക് മിൽക്ക് ഇറക്കാണെന്ന് വയ്ക്കാം. ഓക്കെ, പക്ഷേ ഇവിടുത്തെ മിൽക്കിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും വില നമ്മളിവിടെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇവിടെ ഫാമേഴ്സിന്. അപ്പം എക്സ്പോർട്ടും കഴിഞ്ഞ് സബ്സിഡിയും കഴിഞ്ഞ് നമ്മളിവിടെ ഫാമേഴ്സിന് വളരെയധികം അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സിഡി കൊടുക്കുന്നത്. അങ്ങനെ ഈ സബ്സിഡി കൊടുക്കുന്നത് കൊണ്ട് ഇതേപോലത്തെ പല പല എക്കണോമീസിനും പ്രശ്നം ഉണ്ടാവും. ന്യൂസിലൻഡ്, മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു ട്രേഡ് ഡിസ്റ്റോർഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് WTO കുറേ റൂൾസ് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ ബ്ലൂ ബോക്സ്, ആംബർ ബോക്സ്. കൂടുതൽ അറിയാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇങ്ങനെ ട്രേഡ് ഡിസ്റ്റോർഷൻ പോളിസിയിലൊക്കെ MSP ബാധിക്കും, പക്ഷേ PDPS എന്ത് ചെയ്യില്ല, ബാധിക്കത്തില്ല. അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദി മെയിൻ ബെനിഫിറ്റ്. നമുക്കൊരു ഗ്ലോബലി ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഇന്ത്യ മുന്നേറാൻ സാധിക്കും ഇഫ് PDPS ഇസ് ആക്ച്വലി ഡൺ. ഓക്കെ, ഇനി PDPSൻ്റെ കൺസ്ട്രെയിൻസ് നോക്കാം.
ഒന്നെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടു ഓപ്പറേഷണലൈസ് ആണ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ ഓപ്പറേഷണലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വൺ ഓഫ് ദി മെയിൻ ഡിഫക്റ്റ്. ഓക്കെ, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് കളക്ട് ചെയ്യാനും ഡാറ്റ കളക്ട് ചെയ്യാനും അത് കൊളേറ്റ് ചെയ്യാനും അതനുസരിച്ച് പ്രൈസ് കൊടുക്കാനും. മാത്രമല്ല ഡിഫറെൻറ്റ് ഫാമേഴ്സിന് ഡിഫറെൻ്റ് ആയിരിക്കും. മാത്രമല്ല ലാർജർ ഫാർമേഴ്സ് ഇവിടെ വീണ്ടും ബെനിഫിറ്റ് ചെയ്യും. നമ്മൾ MSPയിലും ലാർജർ ഫാമേഴ്സ് ആണ് ബെനിഫിറ്റ് ചെയ്തത്, ഇവിടെ ലാർജർ ഫാമേഴ്സ് വീണ്ടും ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ് മാർക്കറ്റിൽ നിന്നും ഫാമേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ എന്ത് ഡെവലപ്മെൻറ്റ് നടക്കുന്നു അതനുസരിച്ച് ഫാമേഴ്സ് മാറണം. അപ്പോൾ അങ്ങനെ മാറാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും PDPS കൊണ്ടെത്തുന്നു. പിന്നെ എന്താ പറയുക, മധ്യപ്രദേശിൽ അതായത് ഇപ്പം ഇതിൽ ഡിമാൻഡ് സൈഡ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്, സപ്ലൈ സൈഡ് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഡിമാൻഡ് സൈഡ് ഈസ് ഇഗ്നോർ. ഓക്കെ, അപ്പം ഡിമാൻഡ് സൈഡ് ഇഗ്നോർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രശ്നം വരും, ഭയങ്കരമായിട്ട് പ്രശ്നം വരും. ഓക്കെ, ഫാമറിന് ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. ഇൻസുലേഷനാണ് ഇവിടെ. ഡിമാൻഡ് എന്താണോ ഡിമാൻഡ് സൈഡില്ല, സപ്ലൈ മാത്രമേ ഉള്ളൂ. സപ്ലൈ ഫുൾ ഗവൺമെൻറ് റെഗുലേഷൻ ചെയ്ത് പോവാണ്. സോ അതുകൊണ്ട് സപ്ലൈ സൈഡിലൊരു ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഭവന്തർ ബുഗ്ദൻ യോജന. അത് മധ്യപ്രദേശിൻ്റെയാണ്, ഭവന്തർ ബുഗ്ദാൻ യോജന. സോ ഭവന്തർ ബുഗ്ദാൻ യോജനയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഖാരിഫ് സീസണിൽ ഒരു പൈലറ്റ് ബേസിസിൽ PDPSൻ്റെ ഒരു വേരിയൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഈ സംഭവം കണ്ടതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ PDPS ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. ഇനി അടുത്ത മെത്തേഡ് ഓഫ് എന്താണ്, പ്രൈസ് സ്റ്റെബിലൈസേഷൻ മെത്തേഡാണ് എന്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൊക്യൂർമെൻറ്റ്, ഓപ്പൺ പ്രൊക്യൂർമെൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ പ്രൊക്യൂർമെൻറ്റ്, ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്നു, ഓപ്പൺ പ്രൊക്യൂർമെൻറ്റ്. ഓക്കെ, പ്രൊക്യൂർ എന്ന് വെച്ചാൽ എന്താണ്, ഗവൺമെൻറ് എടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വോഗാണ്. കറക്റ്റ് അതിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഓപ്പൺ എൻഡഡ് ബേസിസിലാണ് നമ്മൾ MSPനെ ഏതൊക്കെ എടുക്കുന്നത്, ഓപ്പൺ എൻഡഡ് ബേസിസിലാണ് വീറ്റും റൈസും എടുക്കുന്നത്. ഓക്കെ, അതായത് ലിമിറ്റ് ഇല്ല. ഓക്കെ, ഓപ്പൺ പ്രൊക്യൂർമെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ലിമിറ്റഡ് പ്രൊക്യൂർമെൻറ്റ്. ഇത് നാലാമതാണ് ലിമിറ്റഡ് പ്രൊക്യൂർമെൻറ്റ്. ലിമിറ്റഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ചാൽ കുറച്ച് യൂണിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സസ് മാത്രമേ എടുക്കത്തുള്ളൂ, ബാക്കി മാർക്കറ്റ് കൊടുക്കണം. നോർമൽ പ്രൊഡക്ഷൻ ലെവൽ ക്ലിയർ അറ്റ് മാർക്കറ്റ് അറ്റ് റിമ്യൂണററി പ്രൈസ്. ദിസ് പ്രൊക്യൂർമെൻറ്റ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ദ മാർക്കറ്റ് പ്രൈസ് റൈസസ് ടു ടച്ച് ദി MSP. അപ്പോൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യത്തിൽ, ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒരുപാട് കാര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞത് ടൈമിങ്ങും സ്പീഡുമാണ്. ഓക്കെ, അതായത് എത്ര സ്പീഡിൽ അത് മാർക്കറ്റിൽ പോകുന്നു, എത്ര വീട്ടിൽ വിറ്റ് കഴിയുന്നു. ഓക്കെ, ആ രീതിയിൽ പ്രൊക്യൂർമെൻറ്റ് നടക്കുന്നു, അതാണ്. രണ്ടാമത്തത് പ്രൈസ് ട്രെൻഡ്. ഓക്കെ, പ്രൈസ് ട്രെൻഡ് അനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ട്രെൻഡ് അറിയണം, അത് അറിഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ലിമിറ്റഡ് പ്രൊക്യൂർമെൻറ്റ് നടക്കാൻ പറ്റൂ. പിന്നെയെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പ്രൊക്വേർഡ് ഗ്രെയിൻ മാനേജ്മെൻറ്റ്, അതനുസരിച്ചിട്ടും കൂടെയാണ് ഇത് പോകുന്നത്. ഓക്കെ, പിന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി. ഓക്കെ, ഇത് ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ബോഡി. അപ്പോൾ ബോഡി കഴിഞ്ഞു. ഇനി നിങ്ങൾ കൺക്ലൂഷനിൽ എന്തെഴുതും ഇവിടെ നിങ്ങൾ പറയാം എന്താണ്, ഒരു മിക്സഡ് ആയിട്ട് എല്ലാ ട്രെൻഡും കൂടെ ഉപയോഗിച്ചിട്ട് ഓരോ ഫാമേഴ്സിനും MSP പയ്യെ മാറ്റിയിട്ട് അത് പ്രൈസ് ഡെഫിഷ്യൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി സ്മോൾ ഫാമേഴ്സിനെ ഇൻക്ലൂസീവ് ആവുന്ന രീതിയിൽ പ്രൈസ് കറക്റ്റായിട്ട് കൊണ്ടുവരിക, പ്രൈസ് കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ ഓപ്പറേഷൻ ഗ്രീൻസിൻ്റെ കാര്യം പറയാം. ഓക്കെ, അതേപോലെ ടോപ്പ് എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, അതായത് ടൊമാറ്റോ, ഓണിയൻ ആൻഡ് നമ്മുടെ പൊട്ടാറ്റോ. ഓക്കെ, അപ്പം ഇവരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പം അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരുപാട് കൺക്ലൂഷനിൽ എഴുതാം. ഓക്കെ, 4 to 5 ലൈൻ വിത്ത് one or two കേസ് സ്റ്റഡി. ഓക്കെ, അപ്പം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അമേരിക്ക, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഇറ്റ്സ് ലൈക്ക് ബിസിനസ് പോലെയാണ്. ഓക്കെ, അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവർ നടത്തുന്നത്, ന്യൂസിലാൻഡിലൊക്കെ. അപ്പം അത്രയും വലിയ ബിഗ് ഫാംസ് ഒക്കെയാണ് അവർക്കുള്ളത്, ഫാംസ് ഇൻ അഗ്രികൾച്ചർ ക്രോപ്പ് ഫീൽഡാണ് അവർക്കുള്ളത്. സോ ദേ ക്യാൻ ഡു എ ലോട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇന്ത്യയിലേക്കും കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ താങ്ക് യു ഫോർ ലിസണിങ്.